ശ്രീമദ് ഭഗവത്ഗീതയിലെ 17ാമത്തെ അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 25ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കുവാൻ പോകുന്നത്. ത്രിവിധ വിശ്വാസത്തെ വേർതിരിക്കുന്ന യോഗമാണ് ശ്രദ്ധാത്രയ വിഭാഗ യോഗം. വിശ്വാസം, ആരാധന, യാഗാനുഷ്ഠാനങ്ങൾ, ഭക്ഷണം, ദാനം, തപസ് ഇവ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഭഗവാൻ നമ്മെ കാണിച്ചു തരുന്നതാണ് ഈ അധ്യായം. അവയിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒന്നാണ് നമ്മുടെ ആഹാര രീതി. ആയുസ്, ആരോഗ്യം, ഉത്സാഹം, താല്പര്യം, സന്തോഷം ഇവ ജനിപ്പിക്കുന്നതാണ് സ്വാദിക ഭക്ഷണം. എന്നാൽ ഇന്നതിൽ ആർക്കും താല്പര്യമില്ല. അതിയായ കയ്പ്, പുളിപ്പ്, ഉപ്പ്, ചൂട്, എരിവ് എന്നിങ്ങനെ രൂക്ഷത അടങ്ങിയ ഭക്ഷണം ദുഃഖം, രോഗം എന്നിവയുണ്ടാക്കുന്ന രാജസ സ്വഭാവമുള്ളവയാണ്. ഇന്നത്തെ ജനങ്ങൾക്ക് ഇവയാണ് ഏറെ പ്രിയം. പാകം ചെയ്ത് ഏറെ നേരം കഴിഞ്ഞ് ദുർഗന്ധമുള്ള ഭക്ഷണം, ഉച്ഛിഷ്ടം ഇവയാണ് താമസ സ്വഭാവികൾക്ക് പ്രിയങ്കരം. അതേപോലെ വിശ്വാസം, ആരാധന, യാഗാനുഷ്ഠാനങ്ങൾ, ദാനം, വാക്ക്, പ്രവൃത്തി, ശമതമശീലം എന്നിവ ചേർന്ന തപസ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നാം ഭഗവത്ഗീതയുടെ പ്രസക്തി അറിയേണ്ടത്. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്വവിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. സാരാംശം: തൻ എന്ന ബ്രഹ്മത്തിന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവരായ ആളുകൾ ഫലത്തെ ആഗ്രഹിക്കാതെ തപസ്, യജ്ഞം തുടങ്ങിയ ക്രിയകളും ദാനവും ചെയ്യുന്നു. നന്ദി. നമഃശിവായ. ഓം നമഃശിവായ. ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 11ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 44ാമത് ശ്ലോകവും അതിന്റെ സാരാംശവുമാണ്. കോടി സൂര്യ ശോഭയുള്ളവനും ആദി മന്ദവുമില്ലാത്തവനും വിശ്വം മുഴുവൻ ഉൾക്കൊള്ളുന്നവനുമായ ഭഗവാന്റെ രൂപം ദർശിച്ച അർജുനൻ താൻ ഇതുവരെ മിത്രമായും നിസാരനായ കൃഷ്ണനായും ഭഗവാനെ കരുതിയ ആ അവിവേകം തിരിച്ചറിയുന്നു. ആ അവിവേകത്തെ പൊറുക്കാനായി അപേക്ഷിക്കുന്നു. അതൈകാദശോധ്യായഃ വിശ്വരൂപദർശനയോഗഃ. ശ്രീ ഭഗവാനുവാച തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഠ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയയാഹസി ദേവസോടും. ലോകത്തിന്റെ സാരാംശം: അല്ലയോ കൃഷ്ണ, 3 ലോകങ്ങളിലും അങ്ങയ്ക്ക് സമനായി ആരുമില്ല. അതുകൊണ്ട് ഈശ്വരനായും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനുമായിരിക്കുന്ന അങ്ങയെ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ച് എന്റെ അപരാധത്തെ ക്ഷമിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ അപരാധത്തെ അച്ഛൻ എങ്ങനെ ക്ഷമിക്കുന്നുവോ, സ്നേഹിതന്റെ അപരാധത്തെ സ്നേഹിതൻ എങ്ങനെ ക്ഷമിക്കുന്നുവോ, ഭാര്യയുടെ അപരാധത്തെ ഭർത്താവ് എങ്ങനെ സഹിക്കുന്നുവോ, അതുപോലെ എന്റെ അപരാധത്തെ ഹേ സ്വാമൻ അങ്ങ് ക്ഷമിക്കണം. നന്ദി. നമസ്കാരം. ഓം നമഃശിവായ. ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കുവാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 2ാം അധ്യായം ശ്ലോകം 60. യുദ്ധകളത്തിന് നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അർജുനനെ ബുദ്ധി, വിവേകം, യുക്തി എന്നിവ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് സാഖ്യയോഗം എന്ന ഈ അധ്യായം. ദ്വിതീയോധ്യായഃ സാഖ്യയോഗഃ. ശ്രീ ഭഗവാനുവാച യതദോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. ഇതിന്റെ അർത്ഥം ഇതാണ്: അല്ലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങൾ വളരെ ശക്തവും പ്രക്ഷുബ്ധവുമാണ്. വിവേചന ശേഷിയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിനെ പോലും ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ അവർക്ക് കഴിയും. നന്ദി. നമഃശിവായ.